റാഗി വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന റാഗി വാങ്ങി പാറ്റിപ്പെറുക്കി കഴുകി വെയിലത്ത് വെച്ച് 2 ദിവസം ഉണക്കി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി, അതാത് സമയത്ത് കുറേശ്ശെ പൊടിച്ച് ഒരു കുപ്പിയിനകത്താക്കി വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ആണ് ദിവസവും ഞാൻ ഉപയോഗിക്കുന്നത്. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഈ സ്പൂണാണ് കേട്ടോ. ഈ സ്പൂണിന് ഒരു ഹീപ്പായിട്ട് 2 സ്പൂൺ ആണ്. അത് 2 സ്പൂൺ എടുത്ത് ഫ്ലാസ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെജിറ്റബിൾസ് ക്യാരറ്റ് നല്ല അകത്ത് നിൽക്കുന്ന ഒരു 2 പിടിയുണ്ട്. ഒരു വലിയ ക്യാരറ്റിൻ്റെ അരമുറി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കാബേജും ഒരു വലിയ ഒരു പിടിയുണ്ട്, അരിഞ്ഞ് വന്നപ്പോൾ ഒരു പിടിയുണ്ട്. പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് സവാളയുടെ ഒരു 1/4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. നടുക്കിരിക്കുന്നത് ഇത് ഗാർലിക്കാണ്, വെളുത്തുള്ളി ഞാൻ വലിയ 3 കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീൻസ് ഒരു 5 എണ്ണം എടുത്തു. ഒരു കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു പിടിയുണ്ട്. അത് വളരെ നേർപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും വെജിറ്റബിൾസാണ് ഈ റാഗി വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അവൈലബിളായിട്ടുള്ള പറ്റിയ വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഇവിടെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് നെയ്യ്, ഈ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് സ്പൂണിൻ്റെ സൈസ്. ഈ സ്പൂണിന് 1 സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നെയ്യോടൊപ്പം വെളിച്ചെണ്ണയും, ഈ സ്പൂണിന് തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കും. ഇത് ജീരകമാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചത്. അത് കഴുകി ഉണക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടിയാണ്. നെയ്യും കൂടെ ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ജീരകം ഇട്ട് അത് പൊട്ടിച്ചിട്ടാണ് പിന്നെ വെളുത്തുള്ളിയും പിന്നെ സവാളയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് വഴറ്റുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് കുരുമുളക് എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നല്ല പിഞ്ച് ചേർക്കും. പിന്നെ മഞ്ഞളും ഒരു വലിയ പിഞ്ച് ചേർക്കും. ഇത് നല്ല നാടൻ മഞ്ഞളാണ്, പച്ചമഞ്ഞൾ ഉണക്കിയതാണ്. ഇത് പച്ചമഞ്ഞൾ ഉണക്കുന്നതിനകത്ത് കുർക്കുമിൻ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ആ കുർക്കുമിൻ ദഹിക്കുന്നതിന് കുരുമുളകും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു നല്ല പിഞ്ച് കുരുമുളകും ഇതിനകത്തേക്ക് ചേർക്കും. പിന്നെ സൂപ്പിലേക്ക് തിളച്ച് വന്നാൽ ഒഴിക്കാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം, ആകെ 2 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അതിൽ 1 ഗ്ലാസ് റാഗി കലക്കി വെച്ച വെള്ളമുണ്ട്, 1 ഗ്ലാസ് വെള്ളം പിന്നെ വെജിറ്റബിൾസ് സോട്ട് ചെയ്തതിന് ശേഷം ഒഴിക്കാനാണ്. അങ്ങനെ ആകെ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫ്ലാസ്കിൽ വെച്ച ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ വെജിറ്റബിൾസ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ ചൂടിനകത്തേക്ക് പച്ചവെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് കരുതി ഫ്ലാസ്കിൽ ചൂടാക്കി വെച്ചിരുന്ന ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ റാഗി കലക്കുന്നതിനും ഇതിനെയൊക്കെ ഒഴിക്കുന്നതിനുമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ. ഇനി തുടങ്ങിയതിന് ശേഷം കാണിക്കാം. എണ്ണ ചൂടായി, എണ്ണയും നെയ്യും കൂടെ ഒഴിച്ച് ചൂടായി, അതിനകത്തേക്ക് ജീരകം ഇട്ട് പൊട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് വഴറ്റുകയാണ്. അത് പിന്നീട് കാണിക്കാം. വെളുത്തുള്ളി, സവാള, ഇഞ്ചി ചേർത്ത് വഴറ്റിക്കഴിഞ്ഞ് അതായത് ഒരു
ഉള്ളിയൊക്കെ ഏതാണ്ട് ഒരു ട്രാൻസ്പെയറൻ്റായി. ഇനി അടുത്ത് പച്ചക്കറികളാണ് ഇടുന്നത്. അത് അടുത്ത സ്റ്റെപ്പ് കാണിക്കും. ബീൻസ്, ക്യാരറ്റ്, കാബേജ് ഇവ മൂന്നും ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ഇത് വഴറ്റുകയാണ്. ഇത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം വെള്ളമുള്ളതുകൊണ്ട് തക്കാളി അതിന് ശേഷം ചേർക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കും. വഴറ്റിയതിന് ശേഷം ഇനി കാണിക്കാം. തക്കാളിയും ചേർത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു വലിയ നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ഉപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. ഇപ്പം ലോ ഫ്ലെയിമിലാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം കാണിക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു വലിയ പിഞ്ച്, ഒരു വലിയ നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പരുവത്തിൽ. ഇതുവരെയും ചെയ്തത് ആദ്യം നെയ്യും എണ്ണയും കൂടി, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നെയ്യ് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിച്ച്, ജീരകം പൊട്ടിച്ചാൽ മതി, അത് കറുത്ത് പോകണ്ട. ഇതിനകത്ത് കുറച്ച് മൂത്ത് പോയി. ജീരകം പൊട്ടിയാൽ മാത്രം മതി. പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി, സവാള, ഇഞ്ചി ഇവയിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, കാബേജ് ഇവ അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റി. ഇത്രയുമാണ് ഇതുവരെ ഉള്ളത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കണം. തിളച്ച് ചെറിയ ചൂടോടുകൂടിയാണ് തിളച്ച വെള്ളം ചേർത്ത് ഇത് ഇച്ചിരി മൂത്ത് പോയതുകൊണ്ടാണ് ഇതിങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇത്രയും മൂക്കണ്ട ജീരകം. അപ്പം ഞാൻ തീ കൂട്ടി വെക്കുകയാണ്, തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് റാഗി കലക്കി വെച്ചിരിക്കുന്നത് ഒഴിക്കണം. പിന്നീട് കാണിക്കും. ഒരു 6-7 മിനിറ്റായി. പച്ചക്കറികളൊക്കെ സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് റാഗി കലക്കി വെച്ചിരിക്കുന്നത് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒഴിക്കാം.
അതിൻ്റെ അടിയിലൊന്നുമില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. റാഗി അതിൻ്റെ അടിയിൽ പിടിച്ചു വരും. നല്ല കുറുകിയിരിക്കുകയാണ്. ശകലം വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കാം. ഞാൻ വീണ്ടും ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി എടുത്ത് ഒന്ന് ലൂസാക്കാം. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ പൊടി കുറച്ചുകൂടെ കുറച്ചാൽ മതി. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉപയോഗിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 1 മണി വരെ നിൽക്കണമെങ്കിൽ എനിക്കൊരു 2 ടീസ്പൂൺ നിറച്ച് എടുത്തെങ്കിൽ ഒരു മണി വരെ വിശക്കാതെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ നിറച്ചെടുക്കുന്നത്. പിന്നെ എടുത്ത് എന്തെങ്കിലും കഴിച്ചാലായി. ചിലപ്പോഴൊന്നും കഴിക്കത്തില്ല, ചിലപ്പോൾ നട്ട്സ് എന്തെങ്കിലും ഇടയ്ക്ക് കാഷ്യൂനട്ടോ മറ്റേത് 5-6 എണ്ണം വിശപ്പ് വന്നാലും ഒക്കെ കഴിക്കും. കുറുകി കഴിഞ്ഞു, പാകമായി. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ചേർക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ പാകത്തിനുള്ള ഉപ്പുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. റാഗി സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഞാൻ നല്ല കുറുകിയിരിക്കുകയാണ്. ഞാനിത് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. റാഗി സൂപ്പ് റെഡിയായി. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. റാഗി സൂപ്പ് റെഡിയായിരിക്കുകയാണ്. അത് ഗ്ലാസ്സിലേക്ക് പകർന്നു കഴിഞ്ഞു. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൂടാറാൻ വേണ്ടിയും കുറച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നിങ്ങൾക്കും തയ്യാറാക്കാം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ്. ആശംസകൾ.